ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജാനകിയുടെ അഭിയുടെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊന്നു അപർണയ്ക്ക് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപർണ കുളിക്കാനായിട്ട് കയറിപ്പോയി. അങ്ങനെ ഇപ്പം നീ സുഖിച്ച് കുളിക്കണ്ട, അപർണ ചെറിയമ്മ ലച്ചു ചെറിയമ്മനെ കരയിപ്പിച്ചല്ലേ എന്നും പറഞ്ഞ് കൊച്ചു പോയി ടാപ്പ് ഓഫ് ചെയ്യുക കേട്ടോ. പതപ്പിച്ച് ആകെ നമ്മുടെ അപർണ പതപ്പിക്കണ കുളിപ്പിക്കാൻ നേരത്ത് മാത്രമാണ് പതപ്പിച്ച് കണ്ണിലൊക്കെ മൊത്തം പതയായിട്ട് നിൽക്കുകയാണ്. ടാപ്പ് തുറന്നപ്പോൾ വെള്ളമില്ല. അയ്യോ, ആരുമില്ല ഇവിടെ, രക്ഷിക്കണേന്നും പറഞ്ഞ് അപർണ അതിനകത്ത് കിടന്ന് കരയുക. അപ്പോഴാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നത്. നിരഞ്ജന വീട്ടിലേക്ക് വന്നതായിരുന്നു, പെട്ടിയൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ആ സമയത്താണ് അകത്ത് അലർച്ച കേൾക്കുന്നത്. അങ്ങനെ കുളിമുറിയുടെ വാതൊക്കെ പോയി നിന്നിട്ട് കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും അപർണ തൻ്റെ അവസ്ഥ പറയുകയാണ്. ആരോ ടാപ്പ് ഓഫ് ചെയ്ത് തന്നെയാണ്, അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ടാങ്കിലെ വെള്ളം തീർന്നതായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാങ്കിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന പോകാൻ തുടങ്ങുക. ഒന്ന് പെട്ടെന്ന് ആരാന്ന് എനിക്ക് അറിയാം, എന്നെ കൊടുക്കാൻ നോക്കുന്ന ആരാന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ അപർണ വിളിച്ച് കാറുന്നുണ്ട്. എന്തായാലും നിരഞ്ജന ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പൊന്നുവിനെ കണ്ടു. ആഹാ, നീയായിരുന്നോ ടാപ്പ് ഓഫ് ചെയ്തത്? ഞാൻ പൊന്നുവിനെ ഇങ്ങനെയൊന്നും അല്ല കരുത് കേട്ടോ, ഇത് ചീത്ത കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പൊന്നു വാ, ഇവിടെ ഇരുന്നേ, ചെറിയമ്മയോട് പറ, ഒരു കാര്യമില്ലാതെ പൊന്നു അങ്ങനെ ചെയ്യില്ലല്ലോ. എന്താ കാര്യം? അതെ, അപർണ ചെറിയമ്മ ലച്ചു ചെറിയമ്മനെ വഴക്ക് പറഞ്ഞു, ഒത്തിരി വഴക്ക് പറഞ്ഞു. ലച്ചു ചെറിയമ്മ ഇരുന്ന് കരച്ചില. അപർണ ചെറിയമ്മ കുളിക്കാൻ കയറിയപ്പോൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടട്ടെ എന്ന് കരുതിയിട്ട് പൊന്നു അടച്ചതാ അത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ, അമ്പടി കള്ളി, അതടച്ച വെള്ളം കിട്ടില്ലെന്ന് പൊന്നുവിന് എങ്ങനെ അറിയാം? അത് പൈപ്പ് നന്നാക്കാൻ വരുന്ന സനോജങ്കളാ പറഞ്ഞത്. എടി സുന്ദരിക്കുട്ടി, നീ ആള് കൊള്ളാലോ, നിന്റെ അമ്മ ഇതറിഞ്ഞാൽ നിനക്ക് നല്ല പെട വെച്ച് തരൂ കേട്ടോ. പൊന്നു ചെയ്തത് ശരിയാണെന്ന് പൊന്നുവിന് തോന്നണുണ്ടോ? ചെയ്തത് ശരിയല്ല, പിന്നെന്തിനാ അങ്ങനെ ചെയ്തത്? അപർണ ചെറിയമ്മ ചെയ്തത് തെറ്റല്ലേ? പാവം ലച്ചു ചെറിയമ്മ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുക. പൊന്നു കുട്ടിയല്ലേ, കുട്ടികൾ വലിയവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ ആര് പറയാലും കേൾക്കാത്ത ചീത്ത കുട്ടികളായിട്ട് വളരും. ലച്ചുവിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ട് ഇല്ലേ? അതല്ലേ ശരി? ഇനി പൊന്നു ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. പ്രോമിസ്? പ്രോമിസ്. ഇനി പൊന്നുവിന് ആൻറ്റി ഒരു സാധനം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ പൊന്നുവിന് ചോക്ലേറ്റ് മേടിച്ചത് എന്തിനാണെന്നറിയോ? ചെറിയമ്മയ്ക്ക് പൊന്നുവിന് ഇഷ്ടമായതുകൊണ്ടല്ലേ? അതെ, പൊന്നു നല്ല കുട്ടിയായതുകൊണ്ട് ചെറിയമ്മയ്ക്ക് ഇഷ്ടം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ചീത്ത കുട്ടികളാണ്. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചോക്ലേറ്റൊക്കെ വായി വെച്ച് കൊടുക്കുകയാണ്. ജാനിയെടുത്തിയും അഭിയേട്ടനെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അവർ നല്ലത് മാത്രം ചെയ്യുന്നോണ്ടാണ്. പൊന്നു അതുപോലെ ആവണം. ആര് ചെയ്താലും പൊന്നു ദുഷ്ടത്തരം ഒന്നും ചെയ്യരുത്. അത്രയ്ക്ക് നല്ലവരാ പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും. ബാത്റൂമിൽ വെള്ളം ഇല്ലെന്ന് അറിഞ്ഞാൽ ജാനി എടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുക്കും. ആ അമ്മയുടെ മോളാ. ഇല്ല, ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല ചെറിയമ്മേ. നല്ല കുട്ടി. ഇപ്പോൾ ചെറിയമ്മയ്ക്ക് പൊന്നുവിനോടുള്ള ഇഷ്ടം കൂടി. ചെറിയമ്മ ഇതാരോടും പറയില്ല കേട്ടോ. നമുക്കിനി ഇവിടെ ഇരിക്കണ്ട, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇതേ സമയം കുളിയും കഴിഞ്ഞ് വന്നു നമ്മുടെ അപർണ ഉറഞ്ഞു തുള്ളുക. മഞ്ജു എന്നും പറഞ്ഞ് വേലക്കാരി വിളിച്ചു. വിളിക്കടിയ പെണ്ണിനെ. ഏത് പെണ്ണിനെ? ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആ ലച്ചു എന്ന് പറഞ്ഞ പെണ്ണിനെ. ഇന്നത്തോടെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. കാര്യം എന്താ? അത് ഞാൻ നിന്നെ എന്തിനു ബോധ്യപ്പെടുത്തണം? കൊണ്ടുപോകാൻ ആശം പിടിച്ചവളെ. റൂമിൽ നോക്കിയപ്പോൾ അവളെ കണ്ടില്ല, അവൾ എവിടെയോ ഒളിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം മഞ്ജു അപർണയെ വിളിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും നിരഞ്ജന വന്നു. പൊന്നു, എന്ത് പറ്റി അപർണ? ഞാൻ കാണിച്ചു തരാം എന്ത് പറ്റിയെന്ന്. ലച്ചുവിനെയും കൊണ്ടുവന്നു കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ വിളിച്ചു. ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ നീ പൈപ്പിൻ്റെ വാൽവ് അടച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൊന്നു അന്തം വിട്ട് നിരഞ്ജനെ ഇങ്ങനെ നോക്കുക. നിരഞ്ജന കൊച്ചിനോട് പറഞ്ഞു പറയല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ്. ലച്ചു പറഞ്ഞു, സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. അയ്യോ, നീ ഇതുവരെ എവിടെയായിരുന്നടി? നീ ഒളിച്ചിരിക്കുമായിരുന്നോ? ഇവള് പിന്നാമ്പുറത്തായിരുന്നു. ഇവളാ ഇത് ചെയ്തത്. ഇതിന് എന്തി കൂടുതൽ എന്ത് തെളിവ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ തല്ലാൻ തുടങ്ങുക. ഇടയ്ക്ക് നിരഞ്ജന കയറിയിട്ടോ. ഇവളിത് സമ്മതിക്കാതെ ഞാൻ വിടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ പിന്നാമ്പുറത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു. എൻ്റെ മുത്തശ്ശിയാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല നിരഞ്ജനയെടുത്തി എന്നൊക്കെ പറഞ്ഞ് ആണയിടുകയാണ് ലച്ചു. പിന്നെ നിന്നെ കൊണ്ട് സത്യങ്ങളൊക്കെ ഞാൻ ഏറ്റു പറയിപ്പിക്കും. പറയടി നീ അല്ലേടി ഇത് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ലച്ചുവിനെ ഇട്ട് വലിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യാണ്. നിരഞ്ജന അവസാനം പറഞ്ഞു, നീ വിട്ട അപർണ, നീ കരുതുന്ന പോലെ ആരും ടാപ്പ് ഓഫ് ചെയ്തൊന്നും അല്ല. ടാങ്കിൽ വെള്ളം തീർന്നതാ. ഞാനാ മോട്ടർ ഇട്ടത്. സംശയം ഉണ്ടേ പോയി നോക്ക്. മോട്ടർ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തന്നെ അപർണ ബാത്റൂമിൽ പോയത് ലച്ചു എങ്ങനെ അറിയാനാ? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ?
ഒരാളെ ഇഷ്ടമല്ല എന്ന് കരുതി എല്ലാ കുറ്റവും അവരുടെ തലയിൽ വെച്ച് കിട്ടുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ എന്നൊക്കെ നിരഞ്ജന പറഞ്ഞു ദേഷ്യത്തോടെ. അപർണയ്ക്ക് കലി വന്ന് അപർണ എങ്ങനെ പോവാട്ടോ. അപ്പോൾ മഞ്ജു പറഞ്ഞു, സാരമില്ല ലച്ചു, അത് വിട്ടുകള, സത്യം തെളിഞ്ഞല്ലോ. അപ്പോഴേക്ക് നിരഞ്ജന ചോദിച്ചു, പുതിയ ആളാണല്ലേ? അതെ, പേര് മഞ്ജു. ലച്ചു വന്നിട്ട് ഒന്നും കഴിക്കാതെയാണ് പുറത്ത് ചെന്നിരുന്നത്. അവൾക്ക് പോയി കാപ്പി ഇട്ട് കൊടുക്കുക. നിരഞ്ജനടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ അപർണയടുത്ത് എന്നെ കുറ്റക്കാരി ആക്കില്ലായിരുന്നോ? മോള് പോയി വല്ലതും കഴിക്കിച്ചല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന അവരെ പറഞ്ഞു വിടുക. പൊന്നുവാണെ ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക. ഇപ്പം അപർണ ചെറിയമ്മയോട് പൊന്നുവിന് ദേഷ്യമുണ്ടോ? ചെറിയമ്മയ്ക്ക് അറിയാൻ ദേഷ്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരെ ശിക്ഷിക്കാൻ പാടില്ല, കേട്ടല്ലോ? ശിക്ഷ കൊടുക്കുന്നതേ ദൈവമാണ്. സോറി ചെറിയമ്മ. നല്ല കുട്ടി, ഇങ്ങനെ വേണം നല്ല കുട്ടികൾ. പിന്നെ ചെറിയമ്മ മോട്ടർ ഇട്ടില്ലല്ലോ. അത് തെറ്റ് ചെയ്യാത്തവരെ രക്ഷിക്കാൻ ആർക്കും ദോഷമില്ലാത്ത ചെറിയ കള്ളമൊക്കെ പറയാം, അത് ദൈവം ക്ഷമിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അമൽ അച്ഛന് ജ്യൂസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നിരഞ്ജന അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നിരഞ്ജനടുത്ത് വന്നിട്ടും ഭർത്താവിന് തിരിച്ചെത്താൻ സമയമായില്ലേ എന്ന് അജയ്യെക്കുറിച്ച് അമൽ ചോദിക്കുകയാണ്. അപ്പോൾ അജയ് യാത്ര തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധം പിടിച്ച് വന്നതാണല്ലേ? ഓ, അവിടെ കിടന്നിട്ട് എന്ത് കാര്യമാണ് മോളെ ഉള്ളത്? കുറച്ച് സമയം എൻ്റെ വീട്ടിൽ കഴിയാമെന്ന് ഞാൻ വിചാരിച്ചു, ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, അജയ് ബാംഗ്ലൂരിൽ പോയി എന്നറിഞ്ഞു. എന്താ അവൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോൾ അജയേട്ടനെ ബിസിനസ് തലയ്ക്ക് പിടിച്ചിരിക്കുക. എന്താ, ബാംഗ്ലൂർ ബേസ് ചെയ്താണോ അജയ് പുതിയ ബിസിനസ് തുടങ്ങുന്നത്? എനിക്കറിയില്ല അച്ഛാ, ബിസിനസ്സിനെ കുറിച്ചൊന്നും അജയ് എന്നോട് പറയാറില്ല. ഏതോ ഒരു ഫ്രണ്ട് ഉണ്ടെന്നും പാർട്ട്ണർഷിപ്പിലാണ് തുടങ്ങുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അവന് വേണ്ടത് പണമാണെന്ന് എനിക്കറിയാം. അവന് അത് ഞാൻ നൽകണം. അതിനാ അവൻ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും അമൽ പറഞ്ഞു, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ അജയേട്ടൻ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്? അതെ, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എല്ലാത്തിനും ഒരു സുതാര്യത വേണം. ആദ്യം അവൻ അച്ഛനെയും കൂടപ്പറപ്പുകളെയും വിശ്വസിക്കട്ടെ. മാത്രമല്ല, കൂടെയുള്ളത് ആരാണ് ബിസിനസ് ചെയ്യാൻ, അതൊക്കെ അവൻ തുറന്ന് പറയട്ടെ. എത്ര കാലമായി പല പല ബിസിനസ് നമ്മൾ ചെയ്യുന്നു. പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ സാധ്യതകളും എല്ലാം അന്വേഷിക്കണ്ടേ? അപ്പം അച്ഛൻ പറഞ്ഞത് 100% സത്യമായ കാര്യങ്ങളാണ്. അജയ് ആരെ കാണാൻ പോയെന്നോ എവിടെയാണ് താമസിക്കുന്നതെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. 10 തവണ വിളിച്ചാൽ ഫോൺ എടുക്കുന്നത് 1 തവണയാണ്. അപ്പോഴേക്കും അമൽ പറഞ്ഞു, ഞാൻ അജയേട്ടനോട് സംസാരിക്കാം. അച്ഛാ, അജയേട്ടൻ്റെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിയേട്ടനും എനിക്കും ബോധ്യപ്പെടണം. ചേട്ടന് വേണ്ട ഫണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അജയ് അത് അംഗീകരിച്ചിട്ട് വേണ്ടേ? അജയ്ക്ക് പണം കിട്ടിയാൽ മാത്രം മതി. വീട്ടുകാരുടെ ഒരു ഹെൽപ്പും അജയ്ക്ക് വേണ്ട. അപ്പോഴേക്കും സൂര്യനാരായണൻ പറഞ്ഞു, അവൻ്റെ പോക്ക് ശരിയല്ല. അവൻ്റെ പോക്ക് ഒട്ടും ശരിയല്ല മോളെ. അവന് വേണ്ടത് ഫലമാണ്. ഒരു തൈ നടുന്നതുപോലെയാണ് ബിസിനസ് തുടങ്ങുന്നത്. ഉടനെ ഫലം കിട്ടില്ല. പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. എൻ്റെ മകൻ കുറച്ച് ആർത്തിക്കാരനായിപ്പോയി. എന്ത് ചെയ്യാനാ? അജയ്ക്ക് എങ്ങും എത്താനാവില്ല, അതുറപ്പാണ്. കൂടെ ഉള്ളവർ അവൻ്റെ എല്ലാം കൊണ്ടുപോകും. മോൾ അവനെ തിരുത്തണം. മൂന്നാറിലെ തോട്ടം വിൽക്കാതിരുന്നത് ഭാഗ്യമായി. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയതാ വിറ്റ് പങ്കുവെച്ച് കൊടുത്തേക്കാന്ന്. എന്തായാലും എൻ്റെ കാലശേഷം മതിയല്ല. ഞാൻ ആ വിൽപ്പത്രത്തിൽ പക്ഷപാതം കാണിച്ചിട്ടുണ്ടെന്ന് മോക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ ചെയ്തത് ശരിയാ. ആരെയും തഴയുകയോ കൂടുതൽ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും അജയ്ക്ക് വേണ്ടി മോൾ അങ്ങനെ പറഞ്ഞാൽ മതി. പണത്തിന് എന്തായാലും ബന്ധങ്ങൾക്ക് പണത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ അച്ഛാ. ഇന്നത്തെ കാലത്ത് പണത്തിൻ്റെ ആ ഉറവ് പറ്റിയ ബന്ധങ്ങളും തീരും. അതിനൊന്നും വില കൽപ്പിക്കാത്തവരെ, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവർ എന്ന് മുദ്ര കുത്തും എന്ന് പറഞ്ഞ് നിരഞ്ജന അങ്ങ് പോവാം. അപ്പോഴേക്കും നമ്മുടെ സൂര്യനാരായണ അമലിനോട് പറയുകയാണ്, എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾ പ്രതീക്ഷിച്ച് വന്ന ജീവിതമല്ല അവൾ ഇപ്പം അനുഭവിക്കുന്നത്. അപ്പോഴേക്കും അമൽ പറഞ്ഞു, സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായതല്ലേ, എല്ലാം പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ നിരാശയായി ഇപ്പോൾ ആ വാക്കുകളിൽ കേട്ടത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയും ജാനകിയും പൊന്നും കൂടിയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പൂജാരി അങ്ങോട്ടേക്ക് വന്നു. മോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടിയാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. അച്ചാച്ചന് വേണ്ടിയുള്ള പ്രാർത്ഥന ദേവി കേട്ടല്ലോ, അതിനു വേണ്ടി ദക്ഷിണ വയ്ക്കാൻ വന്നതാ. അതാണോ കയ്യിലുള്ളത്? ദാ ഇന്നാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചുമല പൊതിഞ്ഞൊരു സംഭവം കൊടുക്കുക കേട്ടോ. ഇതെന്താ? ഇത് ഇവളുടെ സമ്പാദ്യ, ഇത് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കണം എന്നാണ് ഇവൾ ആഗ്രഹം പറഞ്ഞത്. അവൾക്ക് കിട്ടുന്ന നാണയങ്ങൾ ഇതിലിട്ടിട്ട് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ക്ഷേത്രത്തിൽ പോകണമെന്നും പറഞ്ഞ് ഇതും എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഇവളുടെ ഈ സമ്പാദ്യത്തെക്കുറിച്ച് അറിയുന്നത് പോലും.
ആ എന്തായാലും മോളുടെ ഈ നിഷ്കളങ്ക സ്നേഹം ദേവി എന്നേ സ്വീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതും ദേവിക്ക് കൊടുക്കണം. അച്ചാച്ചൻ രക്ഷിച്ചത് ദേവിയല്ലേ, ദേവിക്ക് കൊടുക്കണം എന്ന് കൊച്ചിങ്ങനെ പറയാണ്. അച്ചാച്ചൻ വീട്ടിൽ വന്നാൽ ഞാനിത് ദേവിക്ക് നൽകാമെന്ന് പ്രാർത്ഥിച്ചതാ, കൊടുക്കണം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ആത്മസംതൃപ്തിക്ക് നൽകുന്നത് എന്തും നല്ല ദക്ഷിണ തന്നെയാണ്. എന്നാൽ ഇത് ഞാൻ ദേവിക്ക് സമർപ്പിക്കട്ടെ. അങ്ങനെ കൊച്ചിട്ടുകുട്ടിയെ ചില്ലറ ആ കുടുക്ക പൊട്ടിച്ച് ദേവിക്ക് ദേവിയുടെ ആ ഇതിനകത്തേക്ക് നടക്കിൽ കൊണ്ട് സമർപ്പിക്കുകയാണ് പൂജാരി. അവർ പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കുക. ഈ മോളെ ഓർത്ത് നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാം എന്ന് പൂജാരി പറയാണ്. എന്തായാലും തിരുമേനിയുടെ അനുഗ്രഹം ദേവിയുടെ വാക്കല്ലേ. എന്തായാലും ദേവി തന്ന അനുഗ്രഹമായിട്ട് ദേവിക്ക് നേദിച്ച കടുപ്പായസം തരാട്ടോ, ആ നടക്കിലേക്ക് നിന്നോളുക എന്ന് പറഞ്ഞ് നമ്മുടെ പൂജാരി. അതിനുശേഷം കൊച്ച് കൊണ്ടുപോയി പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പ്രസാദമൊക്കെ സൂര്യനാരായണൻ്റെ നെറ്റിയിൽ വീട്ടിൽ ചെന്നതിന് ശേഷം തൊടുവിച്ചൊക്കെ കൊടുക്കുകയാണ്. എന്തായാലും അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ പോയി. അച്ഛന് സങ്കടമുണ്ടോ? അമലുണ്ടായിരുന്നെങ്കിൽ അമൽ ഇവിടെ ഇരുന്നേനെ. ഓ, ഈ പാടത്തടിക്ക് എന്ത് കാവല വേണ്ട, എനിക്ക് കൂട്ടിരിക്കാൻ ആരും വേണ്ട. അതായത് ഭാര്യയും അമ്മയും ഒന്നും പോലും നോക്കിയില്ല കേട്ടോ. വന്ന് രാത്രിയിലും ഞാൻ തനിച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നത്? അച്ഛനെ തനിച്ച് കിടത്താനോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി പറഞ്ഞതൊന്നും അല്ല. നിങ്ങൾ ഒരിക്കലും എന്നൊക്കെ കൂട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഓർമ്മകളുമായിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നോളാം. അപ്പോൾ പൊന്നു പായസമായിട്ട് വന്നു കേട്ടോ. ദേ തിരുമേനി തന്നതാ, അച്ചാച്ചന് ഇതുകൂടി കഴിച്ചാൽ എല്ലാ അസുഖം മാറും. എന്നാൽ താമോളെ. അങ്ങനെ കൊച്ച് പായസം എടുത്ത് കൊച്ച് സൂര്യനാരായണൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അച്ചാച്ചന് കൂടുതൽ മധുരം കഴിക്കാൻ പാടില്ല മോളെ. ഓ സാരമില്ല, മോളുടെ അമ്മ എങ്ങനെയൊക്കെ പറയും, കുറച്ചുകൂടി താ, ഞാൻ തരാ അച്ചാച്ചാ എന്നും പറഞ്ഞ് ഇവള് കൊടുക്കുകയാണ് കേട്ടോ. പൊന്നു കൊടുക്കുകയാണ്. ജാനകിയാണ് ആകെ പേടിക്കുക. ഒത്തിരി മധുരമൊന്നും കഴിക്കാൻ പാടില്ല, ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. സി ഓക്കെ, താങ്ക് യു.